വിജയവഴിയിൽ വിഴിഞ്ഞം. പ്രിയ ലോകമേ, വിഴിഞ്ഞത്തേക്ക് സുസ്വാഗതം. Dear world, welcome to വിഴിഞ്ഞം. A very warm good morning to one and all present here. തങ്ങളുടെ മഹനീയ സാന്നിധ്യം കൊണ്ട് ഈ നിമിഷത്തിനെ, ഈ ചരിത്രപരമായ സന്ദർഭത്തെ ധന്യമാക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം. ലോകമേ തറവാട് എന്ന കവിവാക്യത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ലോകത്തിനെ നമ്മുടെ സ്വന്തം തറവാടായ വിഴിഞ്ഞത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ വാതായനങ്ങൾ ഇതാ തുറക്കുകയാണ്. ഇന്ത്യാസ് ഫസ്റ്റ് ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്, India's largest deep water container port, India's first automated, semi-automated operations in an international port. അങ്ങനെ വിശേഷണങ്ങൾ ധാരാളമാണ്. ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളുടെയും ആദരണീയനായ കേന്ദ്രമന്ത്രി ശ്രീ സർബാനന്ദ് സോനോവാൾ അവർകളുടെയും മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെയും സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങ് ഇന്ന് അവിസ്മരണീയമായി മാറുകയാണ്. ആദ്യത്തെ മദർഷിപ്പിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ ആഘോഷ ചടങ്ങിന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതമരുളുവാനായി നമ്മുടെ പ്രിയങ്കരനായ ബഹുമാന്യനായ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു IAS അവർകളെ ആദരപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റേതല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ, ഭാരതത്തിൻ്റെ തന്നെ അഭിമാന മുഹൂർത്തമായ ഈ പരിപാടിയിലേക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും സുസ്വാഗതം. നമുക്കറിയുന്നത് പോലെ തികച്ചും സവിശേഷമായ ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം. വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പിന് ശേഷം, വർഷങ്ങളായിട്ടുള്ള തയ്യാറെടുപ്പിന് ശേഷം, വർഷങ്ങളോളം നീണ്ടുനിന്ന പദ്ധതി രൂപീകരണത്തിന് ശേഷം ഇന്നിപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് ഇന്ത്യയിലേതല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ, ഏറ്റവും ഉന്നതമായ, ഏറ്റവും സാങ്കേതികമായി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കണ്ടെയ്നർ ടെർമിനലാണ്. ഈ പരിപാടി കേരള സർക്കാരിൻ്റെ വിജയമാണ്. അതോടൊപ്പം തന്നെ കേരള സർക്കാർ ഉണ്ടാക്കിയെടുക്കുന്ന പങ്കാളിത്തത്തിൻ്റെ വിജയമാണ്. സ്വകാര്യ മേഖലയിലെ പ്രമുഖരായ അദാനിയുടെ പങ്കാളിത്തത്തോട് ഉണ്ടാക്കിയ ഈ പരിപാടിയിൽ അദാനിയുടെ വിജയം കൂടി ആയി നമ്മൾ കാണേണ്ടി വരും. ഇത് നാട്ടുകാരുടെ വിജയമാണ്, ദേശീയരുടെ വിജയമാണ്, കേരളീയരുടെ വിജയമാണ്. ഈ വിജയ മുഹൂർത്തത്തിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരും ഈ പദ്ധതിക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചവരാണ്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ പദ്ധതിയുടെ വിജയത്തിന് വേണ്ടി തങ്ങളുടെ ഔദ്യോഗികവും അനൗദ്യോഗികവുമായിട്ടുള്ള കഴിവുകൾ ഈ പദ്ധതിക്കായി മാറ്റിവെച്ചവരാണ്. അങ്ങനെയുള്ള എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കേരളത്തിൻ്റെ ഈ പുതിയ ചാപ്റ്റർ ആരംഭിക്കുമ്പോൾ അവർക്ക് സ്വാഗതം ഓതുക എന്നുള്ള സന്തോഷകരമായ ദൗത്യമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. സർ, ഈ പരിപാടിയുടെ അധ്യക്ഷൻ, നമ്മുടെ ഈ പദ്ധതിക്ക് മണിക്കൂറുകളല്ല, ദിവസങ്ങളല്ല, ആഴ്ചകളല്ല, മാസങ്ങളല്ല, എല്ലാ സമയത്തും വിഴിഞ്ഞത്തിൻ്റെ ഈ പദ്ധതി പൂർത്തീകരണത്തിനായി പ്രയത്നിച്ച ബഹുമാനപ്പെട്ട തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവനെ ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പദ്ധതി പല പ്രശ്നങ്ങളിലും പല ദുർഘടഘട്ടത്തിലൂടെയും പോകുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും പ്രചോദനമായിരുന്നത് ഒരാളുടെ നിശ്ചയദാർഢ്യമാണ്, ഒരാളുടെ തീരുമാനങ്ങളാണ്, ഒരാളുടെ ദീർഘവീക്ഷണമാണ്. അത് നമ്മുടെ എല്ലാവരുടെയും ആദരണീയനായ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിൻ്റെതാണ്. ഈ പരിപാടി അദ്ദേഹത്തിൻ്റെ കരകമലങ്ങൾ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു, ഈ പദ്ധതി ഇവിടെ തുറക്കപ്പെടുന്നു എന്നുള്ളതും നമുക്ക് ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യമാണ്. ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Sir, it is a matter of great pride for us that the Honorable Union Minister for Ports, Shipping and Waterways, Sri Sarbanand Sonowal,
has come all the way from Delhi to bless this occasion and be here at the auspicious opening of India's largest container terminal. सर, हमारे लिए बहुत गर्व की बात है कि आप पधारे हैं इधर, और आपको सारी लोगों के ओर से आपको सुस्वागतम बोल रहा हूँ. സർ, ബഹുമാനപ്പെട്ട കേരള നിയമസഭയുടെ സ്പീക്കർ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട സ്പീക്കറെ ശ്രീ ഷംസീറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. As I mentioned earlier, this occasion is equally an opportunity for celebration for Adanis. And we have Karan Adani here to represent the entire Adani company conglomerate. They have been working very hard to make this project a reality. On behalf of the government of Kerala and all of us gathered here, it is my honor to welcome Sri Karan Adani to this meeting. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി VISL ഡയറക്ടറുമായ ശ്രീ കെ രാജനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും VISL ഡയറക്ടറുമായ ശ്രീ KN ബാലഗോപാലനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട മത്സ്യബന്ധന സാംസ്കാരിക വകുപ്പ് ഡയറക്ടറും VISL ഡയറക്ടറുമായ ശ്രീ സജി ചെറിയാനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിൻ്റെ മന്ത്രി ശ്രീ കേളുവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട MP അഡ്വക്കേറ്റ് A റഹീമിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട കോവളം MLA ശ്രീ M വിൻസെന്റിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ശ്രീ ശ്യാം ജഗന്നാഥനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൊച്ചി പോർട്ട് അതോറിറ്റിയുടെ ചെയർമാനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. AVPPLൻ്റെ CEO ശ്രീ പ്രദീപ് ജയരാമനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ എല്ലാവർക്കും ആദരണീയരായിട്ടുള്ള പിതാക്കന്മാരെയും സ്പിരിച്വൽ ലീഡേഴ്സിനെയും എല്ലാവരെയും ഒറ്റവാക്കിൽ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ KS ശ്രീനിവാസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി പ്രകാശിപ്പിക്കുന്ന ഡോക്ടർ ദിവ്യ S അയ്യർ മാനേജിംഗ് ഡയറക്ടർ ബിസിലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള ജില്ലാ കളക്ടറും അതുപോലെയുള്ള മറ്റധികൃതരും നമ്മുടെ ബഹുമാനപ്പെട്ട MLA മാരും അതുപോലെ ജനപ്രതിനിധികളും ഇവിടുണ്ട്, നാട്ടുകാരുണ്ട്, ഇവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ ഇവിടുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി സർ. ഇന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 1ാം ഘട്ട നിർമ്മാണം പൂർത്തിയാകുമ്പോൾ 8,867 കോടി രൂപയുടെ സ്വകാര്യ പൊതു പങ്കാളിത്ത പ്രോജക്റ്റിനാണ് നമ്മൾ അടിവര ചാർത്തുന്നത്. ഇതിൽ കേരള സർക്കാരിൻ്റെ വിഹിതം 5,596 കോടി രൂപയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടുന്നതാണ്. ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇവിടെ ഒരു രൂപരേഖയായി റിപ്പോർട്ടായി അവതരിപ്പിക്കുവാനായി നമ്മുടെ ബഹുമാനപ്പെട്ട തുറമുഖ മത്സ്യബന്ധന വകുപ്പ് സെക്രട്ടറി ശ്രീ KS ശ്രീനിവാസ് IAS അവർകളെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. Honorable Chief Minister of Kerala Sri Pinarayi Vijayan avargal, Union Minister Sri Sarbanand Sonowal ji, Sri Karan Adani, and the Government of India Ministers Sri Saji Cherian and Sri VN Vasavan sir, and other the Finance Minister Sri Balagopal sir, and other Mrs. Vyaktigale, our Chief Secretary Sri Dr. Venu, and some other religious leaders also there on the dais. Everyone ki namaskaram. So my report is like this. As the first mother vessel berths at the Viriniyam port, the state of Kerala is establishing new standards in creating public infrastructure. Today the government of Kerala, along with our private partner, the Adani Group,
is dedicating this unique port for the benefit of the entire country. When we talk about this port project, the question that is often raised is why Viranium? This location in South Kerala is far off from the rest of the country, and it has very little industrial development and no long-term maritime history. Then what is so special about this location? The answer is like this. It is situated in the southern tip of India. The sea coast here is unique with a depth of over 20 meters, almost close to the shore, which is enough for the largest ships currently sailing, which they can come here. And equally important advantage is its location, a mere 10 nautical miles away from the busiest sea routes in the world. So Viranium has all the advantages of Singapore. But more importantly, Viranium is well placed to cater to the exponentially growing export-import trade of India as India's first container transshipment terminal. With the emergence of Viranium, our container transshipment, which is currently taking place in foreign ports like Colombo, Dubai, etc., would shift to the Indian shore itself, giving us a distinct competitive advantage in the global trade. Now I will come on to the unique features. Number one is this is the largest port project in PPP mode developed so far in the country on a design, build, finance, operate and transfer DBFOT mode. For the first phase, the project outlay is approximately 8,867 crores with the state government contribution of around 5,596 crores, that is almost 63%. And Adani Group's share is around 2,454 crores, which is about 27%. And the VGF contribution from the Government of India of 818 crores, which is about 10%. So with the completion of the capacity augmentation in December 2028, the total investment would exceed around 18,000 crores. This port is the first deep water seaport in India to be notified as a container transshipment terminal. The berths and the backup yard of the port are coming up on a land reclaimed from the sea, thereby minimizing the land acquisition. In fact, this meeting is taking place on reclaimed land. The first phase of 1 million TEU per year capacity is contractually required to be commissioned by December 2024. If the trial operations are successful, the commissioning is likely to be advanced by 2 to 3 months. The capacity augmentation to 3 million TEU is expected to be commissioned by December 2028. The capacity augmentation that was originally envisaged after 20 years has been advanced on account of the confidence of the Government of Kerala and the Adani Group on the success of this project. Now I will provide some key features of the port. Number one is the breakwater. You might have seen the breakwater. At full capacity, expected to be ready by 2028 December. A 4-kilometer long breakwater would protect the port from the sea and would create a tranquil zone within the basin for the ships to come in and berth. Presently, in the first phase, the 3-kilometer long breakwater is ready, which is entirely funded by Government of Kerala. At the sea bottom, this breakwater is 100 to 120 meters wide, and at the top it is 10 meters wide. It is an engineering marvel and one of the largest marine structures in India. Coming to the container berth, the port would have about 2 meters long container berth, two multi-purpose berths totaling 1,220 meters, and a liquid cargo berth of 250 meters. In the first phase, about 800-meter length of berth is getting completed, with the larger motherships having a length of up to 400 meters. Up to 5 motherships would be able to berth at a time at Viranium at the full capacity. And the cranes, you might have seen a lot of cranes here. The state-of-the-art cranes have come from ZPMC China, about 8 numbers, and then yard cranes about 24 numbers. They are already installed, and they are the most modern, comparable to the best container ports anywhere in the world. The capacity of the port is determined by the nature of the equipment deployed. Though the nameplate capacity is fixed as 1 million TEU in the first phase, going up to 3 million TEU per year on completion of the full capacity, with the most modern cranes deployed in the port, it is expected that a larger throughput of up to 5 million TEU per year would be achievable. Then, while the development of the port is a joint effort of the state government and the Adani Group, the government has made substantial investment on the two crucial elements of the project. Number one, a project of this size will definitely have R&R problems. So, based on a comprehensive environmental impact assessment study, the state government has rolled out a series of R&R measures and likelihood compensation for the project affected people. Over 2,600 people have been compensated with over 107 crores for loss of livelihood. For various social welfare measures, the government has committed another 70 crores, and another 150 crores is also being spent for a modern fishing harbour. Additionally,
the Adani Group also has contributed more than 65 crores with their CSR activities. And in addition to this, we also have external infrastructure. The state government has made substantial investment for the supply of water and power to the port. Similarly, a major project of a tunnel runway of about 10 kilometers connecting to the port to the nearest Balarampur railway station is also being developed. So, with proactive policy and operational initiatives, the state government has committed itself for the successful commissioning of the project over the past 7 years under the leadership of the Honorable Chief Minister. We are confident that this port would be a true game changer not only for the state but for the entire country. So before I conclude, I would like to express my gratitude to several agencies. Number one is the Ministry of Shipping, Ports and Waterways, and the DG Shipping. They have given ISPS permission, that is from the security point of view and also the operations point of view, the transshipment exim operations. They have given permission to this port. And next is our Ministry of Finance, the Central Board of Indirect Taxes and Customs. The Customs Commissioner is sitting here. So they have, on a war footing, they have cleared all permissions like Section 7A, Section 8A, Section 45, all these things. You all know that we got a port code. We also got a custodian code, everything. And we also have, I need to mention about the Ministry of Home Affairs, Bureau of Immigration, the FRRO. So they are also trying their level best to grant the ICP immigration checkpost status very soon. And last but not the least, the state government and a project of this nature has got a lot of ramifications with the local public. So I would like to express my deepest gratitude to the Fisheries Minister, Sri Sajay Cherian sir. And without his active involvement, this project would not have been coming to this stage. And secondly, the Finance Department, the Finance Minister is also sitting here. Sir has given funds because a project of this nature requires funds. So he is, whenever we go with a request for funds, he is immediately sanctioning funds. And recently he has also allowed our company to take loan from the NABARD, about 2,100 crores. So all kinds of support we are getting from the Finance Department. And last but not the least, we also, I need to mention about the district administration, the district collector, the sub-collector and all the entire district administration and the Fisheries Department. They have done excellent job in providing the R&R and the social welfare measures. And without that, I don't think it will be possible to complete this project. So thank you very much. And I sincerely thank the local public, local people who have given maximum support to this project. Thank you very much. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാകുമ്പോൾ സംസ്ഥാന തുറമുഖ വകുപ്പ് കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീമമായ പ്രവൃത്തികൾ എത്രമാത്രം സ്തുത്യാർഹമാണ് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ടതില്ല. കേരളത്തിൻ്റെ ആദരണീയനായ തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവർകൾ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ച് സദസ്സിനോട് സംസാരിക്കുവാനായി അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ ഇവിടെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ മാർഗദർശിയായ ഞങ്ങളുടെ പ്രിയങ്കരനായ മന്ത്രി അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമാദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ, റെസ്പെക്റ്റഡ് യൂണിയൻ മിനിസ്റ്റർ സർബാനന്ദ സോനോവാൾജി, ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ AN ഷംസീർ, റെസ്പെക്റ്റഡ് കരൺ അദാനി, ബഹുമാന്യരായ മന്ത്രിമാർ, ബഹുമാനപ്പെട്ട MPമാർ, MLAമാർ, ബഹുമാനപ്പെട്ട മേയർ, വേദിയിലുള്ള ബഹുമാന്യരായ മറ്റാത്മീയ ഭൗതിക മേഖലകളിലെ വിവിധ ഉന്നത സ്ഥാനീയരെ, ഉദ്യോഗസ്ഥ പ്രമുഖരെ, സദസ്സിലെ ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, കേരളം വളരുന്നു. പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്ന അന്യമാന്തേശങ്ങളിൽ നിന്ന് മഹാകവി പാലാനാരായണൻ നായർ മഹനീയമായ ഒരു കവിതയിലൂടെ മുമ്പ് പാടിയിട്ടുണ്ട്. ആ കാവ്യഭാവനകൾ അർത്ഥപൂർണമാകുന്ന ചരിത്ര നിമിഷങ്ങൾക്ക് ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ ചരിത്ര ഏടുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ഒരു ചരിത്ര നിമിഷത്തിന് ഇന്ന് നമ്മളെല്ലാം സാക്ഷികളാകും. ലോകമെമ്പാടുമുള്ള മാനവരാശി, വിശിഷ്യ മലയാളികൾ ഏറെ അഭിമാനത്തോടെ, ആഹ്ലാദത്തോടെ,
ആവേശത്തോടെ ഈ നിമിഷത്തെ നോക്കിക്കാണുന്ന രംഗമാണ് നമുക്കെല്ലാം അനുഭവപ്പെടുന്നത്. ഇന്നലെ ഇവിടെ തീരം തൊട്ട നമ്മുടെ മദർഷിപ്പ് ഏറെ അഭിമാനത്തോടെയും ആഹ്ലാദത്തോടെയും ആരവങ്ങളോടെയുമാണ് നമ്മൾ തീരത്തേക്ക് ആനയിച്ചത്. ഇന്ന് നമ്മുടെ സമാദരണീയനായ മുഖ്യമന്ത്രി ആ ഷിപ്പിൻ്റെ ക്യാപ്റ്റനെ സ്നേഹപൂർവ്വം നമ്മുടെ സ്നേഹാദരവുകൾ അർപ്പിച്ച് സ്വീകരിക്കുകയും ഒപ്പം നമ്മുടെ കണ്ടെയ്നർ ഇപ്പോൾ ഇവിടെ അൺലോഡ് ചെയ്ത് നമ്മുടെ ട്രയൽ റൺ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത സൂചിപ്പിക്കുകയാണ്. നമുക്കിനി ഇവിടെ നിന്ന് തുടർന്ന് നമ്മുടെ മദർഷിപ്പുകൾ വന്ന് നിരവധി കണ്ടെയ്നറുകൾ ഇവിടെ അൺലോഡ് ചെയ്ത് തുടർന്ന് ഇന്ത്യയിലെ വിവിധ തുറമുഖങ്ങളിലേക്കും നമ്മുടെ സംസ്ഥാനത്തെയും രാജ്യാന്തര തുറമുഖങ്ങളിലേക്കും ഇവിടുന്ന് ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നർ തുറമുഖം എന്ന രൂപത്തിൽ ഇത് മാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ട്രയൽ റണ്ണിൽ നടക്കുന്നത്. പലരും ഇവിടെ സൂചിപ്പിച്ചു എന്തുകൊണ്ട് റെയിൽവേ കണക്ടിവിറ്റി, അതേപോലെ തന്നെ റോഡ്, ഇത്തരം കാര്യങ്ങൾ തീരുന്നതിന് മുമ്പ് തുടങ്ങുന്നു. 1.7 കിലോമീറ്റേഴ്സ് ഇപ്പോൾ അപ്രോച്ച് റോഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ട്. ഭാവിയിൽ നമുക്ക് റെയിൽവേ കണക്ടിവിറ്റിക്കായി 10.7 കിലോമീറ്റേഴ്സ് നമ്മൾ റെയിൽവേ ഇപ്പോൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അതിൽ 9.2 കിലോമീറ്റേഴ്സ് തുരങ്കപാതയാണ്. അതിൻ്റെ പരിസ്ഥിതി ആഘാത പഠനവും അതിൻ്റെ സാമൂഹ്യ ആഘാത പഠനവും കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ DPR തയ്യാറാക്കി കൊങ്കൺ റെയിൽവേ ഇതിനോടകം കേന്ദ്ര റെയിൽവേ വകുപ്പിന് സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഔട്ടർ റിംഗ് റോഡിനുള്ള പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ലാൻഡ് അക്വസിഷൻ നടപടികൾ ഇത് രണ്ടിനുമായി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സമീപകാല ഭാവിയിൽ അതുകൂടി പൂർത്തീകരിക്കും. ആദ്യഘട്ടങ്ങളിൽ നമുക്ക് ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നർ ഷിപ്പ് പോർട്ട് എന്ന രൂപത്തിൽ ഇവിടുന്ന് നമ്മുടെ ഇപ്പോൾ അൺലോഡ് ചെയ്യുന്ന എല്ലാ കണ്ടെയ്നറുകളും വിവിധ തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും ഇപ്പോൾ വന്നതിനേക്കാൾ വലിയ മദർഷിപ്പുകൾ വരാൻ പോവുകയാണ്. 400 മീറ്റർ നീളമുള്ള മദർഷിപ്പ് സമീപകാല ദിവസങ്ങളിൽ വരാൻ പോകുന്നു. അതേപോലെ തന്നെ മറ്റ് മദർഷിപ്പുകളും വരുന്നു. ഇങ്ങനെ അന്താരാഷ്ട്ര വിഴിഞ്ഞം തുറമുഖം എന്ന ആശയം അർത്ഥപൂർണമാകുന്ന ചരിത്ര നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ ഞാനിതിൻ്റെ ആദ്യഘട്ടങ്ങൾ കൂടി ഒന്ന് പരാമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1996 അധികാരത്തിൽ വന്ന EK നയനാർ ഗവൺമെൻറ്റാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആശയത്തിന് വേണ്ടി ആദ്യമായി ഒരു കമ്മിറ്റി നിയോഗിച്ചത്. അതിൻ്റെ റിപ്പോർട്ടും പഠനവും അതിൻ്റെ പൂർണ്ണതയിലെത്തിച്ച് തുടങ്ങാൻ കഴിഞ്ഞില്ല. രണ്ടാമതായി AK ആൻ്റണിയുടെ കാലഘട്ടത്തിൽ അന്ന് പഠനങ്ങൾ കൂടാതെ തന്നെ ഇവിടെ ഒരു ടെൻഡർ നടപടി സ്വീകരിച്ചു. ഒരു ചൈനീസ് കമ്പനി അതിന് കോട്ട് ചെയ്തു. അതിന് കേന്ദ്രാനുമതി കൊടുത്തില്ല, അതുകൊണ്ട് അത് നടന്നില്ല. 2006 അധികാരത്തിൽ വന്ന VS അച്യുതാനന്ദൻ്റെ നേതൃത്വമുള്ള ഗവൺമെൻറ്റും അതിലെ തുറമുഖ മന്ത്രിയായിരുന്ന ശ്രീ M വിജയകുമാറും അവരെല്ലാം മുൻകൈയെടുത്ത് അന്ന് വീണ്ടും ഈ രംഗത്തേക്കൊരു നീക്കം നടത്തിയപ്പോൾ അതിനുവേണ്ടി കേന്ദ്രം ആദ്യം അനുമതി കൊടുക്കാതിരുന്നപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ അവർ കമ്മിറ്റിയെ നിയോഗിക്കുകയുണ്ടായി. ആ കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ട് വന്നു. കേന്ദ്രത്തിൻ്റെ അനുമതി വാങ്ങി ഇവിടെ ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ച് അതിൽ നിന്ന് ചില ആളുകൾ മുന്നോട്ട് വന്നു. ടെൻഡർ ചെയ്തപ്പോൾ ആന്ധ്രാപ്രദേശിലെ ഒരു കൂട്ടരായിരുന്നു അന്നത് ടെൻഡറിൽ പങ്കെടുത്ത് അന്ന് ബിഡ് കൊടുത്ത് നെഗറ്റീവ് ബിഡ് കൊടുത്തത്. ആ ബിഡ് ഓപ്പൺ ചെയ്ത് അവർക്ക് കരാർ ചെയ്ത് അവർക്ക് ലെറ്റർ ഓഫ് ഇൻറ്റൻഷൻ കൊടുത്തു. ഈ സന്ദർഭത്തിൽ അതിനെതിരെ ഒരു കേസ് വന്നു. യഥാർത്ഥത്തിൽ ഇതേ ഘട്ടത്തിൽ തന്നെ ഒരു കമ്പനി, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് എന്ന കമ്പനി ആദ്യമായി ഇവിടെ ഉദ്ഘാടനം ചെയ്തത് 2010 ആഗസ്റ്റ് മാസം 11-ാം തീയതിയാണ്. ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദനായിരുന്നു ഉദ്ഘാടകൻ. അധ്യക്ഷൻ അന്നത്തെ തുറമുഖ മന്ത്രി ശ്രീ M വിജയകുമാറായിരുന്നു. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി ആ ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു. അങ്ങനെ മഹനീയമായ ആദ്യത്തെ സീപോർട്ട് എന്ന ആശയം അർത്ഥപൂർണമായി അത് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ടെൻഡർ എടുത്ത കമ്പനിക്ക് എതിരെ കേസ് വന്നുകൊണ്ട് അതിൻ്റെ പ്രവൃത്തിയായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പിന്നീട് അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടിയുടെ നേതൃത്വമുള്ള ഗവൺമെൻറ് കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ വലിയ പ്രക്ഷോഭ സമരങ്ങൾ വളർന്നു വന്നു. ഒരുപക്ഷേ തലസ്ഥാനം നേരി കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള മനുഷ്യച്ചങ്ങലയും നീണ്ടുനിന്ന ഉപവാസങ്ങളുമെല്ലാം അനന്തപുരിയിൽ അരങ്ങേറിയ സന്ദർഭം ഈ തുറമുഖത്തിന് വേണ്ടി വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭ സമരങ്ങൾ വളർന്നു വന്നു. 2015 ആഗസ്റ്റിൽ അതിനെ തുടർന്ന് ടെൻഡർ ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട കരാറിലേർപ്പെടാൻ അദാനിയുമായി ഉമ്മൻചാണ്ടി ഗവൺമെൻറ് തയ്യാറായി. ആ കരാറുണ്ടാക്കുന്ന ഘട്ടത്തിൽ ചില വിമർശനങ്ങൾ കരാറിൻ്റെ ഉള്ളടക്കത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തി കൊണ്ടുവന്നിരുന്നു. കരാറിനോടായിരുന്നില്ല എതിർപ്പ്, മറിച്ച് അതിലെ ഉള്ളടക്കത്തിലെ 66% സംസ്ഥാന ഗവൺമെൻറ് മുടക്കുമ്പോൾ 34% അദാനി മുടക്കുന്നു. അതിൻ്റെ അധികാരമോ ലാഭമോ നമുക്ക് 20 വർഷത്തേക്ക് ലഭിക്കാത്ത സാഹചര്യത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആ വിമർശനങ്ങൾ ഉയർന്നു വന്നത്. പക്ഷേ അന്ന് തറക്കല്ലിട്ടതാണ് ആ കാലഘട്ടത്തിൽ നടന്നത്. പക്ഷേ പിന്നീട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത്
2016 അധികാരത്തിൽ വന്ന ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വമുള്ള ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ ഉണ്ടായ ഒട്ടനവധി ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും എല്ലാം നമുക്കറിയാം. ആദ്യം കോറിയുടെ പ്രശ്നങ്ങൾ വന്നു. തമിഴ്നാട്ടിലുൾപ്പെടെ ബന്ധപ്പെട്ടാണ് കോറിയുടെ സൗകര്യങ്ങളുണ്ടാക്കി പിന്നീട് അത് പരിഹരിക്കപ്പെട്ടത്. 80 ലക്ഷത്തോളം നമുക്ക് കരിങ്കൽ വേണ്ടി വന്നു, 80 ലക്ഷം ടൺ കരിങ്കൽ. അതേപോലെ തന്നെ പിന്നീട് ദുരന്തങ്ങൾ നമുക്കറിയാം. വലിയ രൂപത്തിലുള്ള ഓഖി ദുരന്തം ഉൾപ്പെടെ ചുഴലിക്കാറ്റ് ഉൾപ്പെടെ വലിയ ദുരന്തങ്ങൾ സൃഷ്ടിച്ചു. നമ്മുടെ ബ്രേക്ക് വാട്ടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതേസമയത്ത് ആ കാലഘട്ടത്തെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോഴാണ് വീണ്ടും നമുക്കൊരു മഹാമാരി വന്നു. കോവിഡ് രൗദ്രഭാവം കൊണ്ട് നമ്മെ വേട്ടയാടി. അത്തരം ഘട്ടങ്ങളിലും വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നു. പിന്നീട് അതിനെയും തരണം ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ ചില പ്രക്ഷോഭ സമരങ്ങൾ വളർന്നു വന്നു. ആ പ്രക്ഷോഭ സമരങ്ങളിലെല്ലാം ഈ ഗവൺമെൻറ് സ്വീകരിച്ച സഹിഷ്ണുതയുടെ സമീപനത്തോടെ സമയുക്തതയോടെയുള്ള സമീപനമാണ് യഥാർത്ഥത്തിൽ ആ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാകുന്ന രൂപത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉയർന്നു വന്നത് എന്നതേറെ അഭിമാനത്തോടെ പറയുകയാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി എന്തെന്ന് ഒന്നും രണ്ടും പിണറായി സർക്കാർ ഈ വിഴിഞ്ഞത്തിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുത്തിരിക്കുന്നു എന്ന അഭിമാനകരമായ മുഹൂർത്തമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. അതിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇപ്പോഴിതാ 3000 മീറ്റർ ബ്രേക്ക് വാട്ടർ, അതായത് പുരിമുട്ട് പൂർണ്ണതയിലെത്തിയിരിക്കുന്നു. 800 മീറ്റർ കണ്ടെയ്നർ ബെർത്ത് പൂർണ്ണതയിലെത്തിയിരിക്കുന്നു. 32 ക്രെയിനാണ് ഇവിടെ എത്തിച്ചേരേണ്ടത്. ചൈനയിൽ നിന്ന് 31 എത്തിയിരിക്കുന്നു. യാർഡുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു. നമ്മുടെ ഓഫീസുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ലൊക്കേഷൻ കോഡ് നമുക്ക് ലഭിച്ചിരിക്കുന്നു. ISPS കോഡ് നമുക്ക് ലഭിച്ചിരിക്കുന്നു. NSPC ക്ലിയറൻസ് ലഭിച്ചിരിക്കുന്നു. ഇങ്ങനെ നമുക്ക് ലഭിക്കേണ്ട കസ്റ്റംസ് ഓഫീസ് ഉൾപ്പെടെ നമുക്കിവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇത് കസ്റ്റംസ് പോർട്ടായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് ലഭിക്കേണ്ടത് കേന്ദ്രത്തിൽ നിന്നുള്ള VGF ആണ്. VGF ലഭിക്കുന്നതിനൊരു തടസ്സം നിന്നിരുന്നത് നമ്മുടെ ആർബിട്രേഷനുകളായിരുന്നു. അതിൽ അദാനിയുടെ ആർബിട്രേഷൻ ഉണ്ടായിരുന്നു, നമ്മുടേതും ഉണ്ടായിരുന്നു. രണ്ടും വിഡ്രോ ചെയ്തു, യോജിപ്പിലെത്തി. ഇപ്പോൾ 3 പാർട്ടി കരാറിൽ ഈ ജൂലൈ 27 ഒപ്പിട്ടാൽ VGF തരുമെന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും ഇതുവരെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കണക്കുകളെല്ലാം ഇവിടെ അവതരിപ്പിച്ചതുകൊണ്ട് ഞാനതിൻ്റെ മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ഈ പോർട്ട് യാഥാർത്ഥ്യമാകുമ്പോൾ ഈ പോർട്ടിനുള്ള അനുഗ്രഹീതമായ ഒരു ഘടകം കൂടി തിരിച്ചറിയേണ്ടതാണ്. ലോകത്തൊരു മറ്റൊരു പോർട്ടിനും ഇല്ലാത്ത രൂപത്തിൽ 20 മുതൽ 24 മീറ്റർ വരെ ആഴമുള്ള പ്രദേശമാണ് വിഴിഞ്ഞം. ഇന്നലെ ഇവിടെ എത്തിയിരിക്കുന്ന മദർഷിപ്പിന് 10 മീറ്റർ ആഴത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇതിനേക്കാൾ വലിയ ഷിപ്പിനെ സ്വീകരിക്കാനുള്ള ശേഷി നമ്മുടെ വിഴിഞ്ഞത്തിനുണ്ട് എന്നുള്ളതാണ് അഭിമാനകരമായ സാഹചര്യം. അതിലുപരി വിഴിഞ്ഞത്തിൻ്റെ അടിയിലേക്ക് പോയാൽ പാറയാണ്. മറ്റ് പല പോർട്ടുകൾക്കും ഓരോ വർഷവും ഡ്രഡ്ജ് ചെയ്തെങ്കിലേ അതിൻ്റെ പോർട്ടിൻ്റെ പ്രവർത്തനം സുഗമമായി നടക്കൂ. ഇവിടെ അത്തരൊരാവശ്യമില്ല. അപ്പോൾ പ്രകൃതിദത്തമായ സൗന്ദര്യവും സൗകര്യമുള്ള അനുഗ്രഹീതമായ ഒരു പോർട്ടായി നമ്മുടെ പോർട്ട് മാറുമ്പോൾ ഭാവിയിൽ ഇപ്പം തന്നെ പ്രതിപക്ഷം 10 ലക്ഷം കണ്ടെയ്നർ ഇവിടെ വന്നു പോകുന്നു. അതിലൊരു 16% കരമാർഗം ചരക്ക് ഗതാഗതം പ്രതീക്ഷിക്കുന്നത്. ഈ രംഗത്തെല്ലാം വരുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് കേരളത്തിൻ്റെ സാമ്പത്തിക, വ്യാവസായിക, വാണിജ്യ, ടൂറിസം, തൊഴിൽ മേഖലകളിൽ വൻ സാധ്യതകൾ ഉറപ്പാക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടപ്പാക്കി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ ഇവിടെ പ്രാദേശികവാസികളായിട്ടുള്ള ആളുകൾക്ക് 50% തൊഴിൽ കൊടുക്കുക എന്ന കരാറുണ്ടാക്കിയിട്ടുണ്ട്. അത് കൃത്യമായി പാലിക്കുന്നതിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഒപ്പം ഈ പ്രദേശത്തെ തൊഴിൽ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളെയും ഉൾപ്പെടെ അവരെ പുനരധിവസിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഗവൺമെൻറ് അന്ന് പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചു തുടങ്ങിയതിൻ്റെ ഭാഗമായി ഇപ്പോൾ 106.8 കോടി രൂപ ഇതിനോടകം വിതരണം ചെയ്തു കഴിഞ്ഞു. ഇനിയും അടുത്ത ദിവസങ്ങളിൽ ബഹുമാനായ അച്ഛൻ ഈ വേദിയിലുണ്ട്, അതുപോലെ ജമായത്തിൻ്റെ ഭാരവാഹികളുണ്ട്. അവരും എല്ലാമായി ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഫിഷറീസ് മിനിസ്റ്റർ ഞാനും ചേർന്ന് നിരവധി മീറ്റിങ്ങുകൾ നടത്തി ചർച്ച ചെയ്ത് അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പര്യാപ്തമായ പ്രത്യേക സൊല്യൂഷൻസ് നിങ്ങൾ കണ്ടെത്തി അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കും. അതോടൊപ്പം തന്നെ ഒരു ഫിഷിംഗ് ഹാർബറിൻ്റെ കാര്യം അവർ ഡിമാൻഡ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാൻ പൂനെയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ സമീപകാല ഭാവിയിൽ ഈ പ്രദേശത്തെ എല്ലാ വിഭാഗം ആളുകളെയും താല്പര്യങ്ങൾ പരിരക്ഷിച്ചുകൊണ്ടും പറഞ്ഞ വാക്കുകൾ പാലിച്ചുകൊണ്ടും എല്ലാ അർത്ഥത്തിലും കേരളം ഇന്ന് വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർത്ത് മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇതാ മറ്റ് ഈ 1-2 പിണറായി സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം പൂർത്തീകരിക്കപ്പെട്ട ഈ തുറമുഖം ഇതാ നാടിന് സമർപ്പിക്കുന്ന അനുഗ്രഹീതമായ മുഹൂർത്തത്തിന് സമയം കണ്ടെത്തി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി അദ്ദേഹം ഇതിൻ്റെ ഓരോ നിമിഷങ്ങളിലും എല്ലാ വിഷയങ്ങളിലും എന്ന പോലെ നിതാന്ത ജാഗ്രത പുലർത്തി അദ്ദേഹം ഈ കാര്യത്തിരുന്ന ഉപദേശ നിർദ്ദേശങ്ങളും നേതൃത്വവുമാണ് യഥാർത്ഥത്തിൽ ഈ പോർട്ട് ഇത്തരത്തിൽ യാഥാർത്ഥ്യമാകാൻ ഇടവന്നിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാവിയിൽ ലഭിക്കേണ്ട സഹായങ്ങളും
സൗകര്യങ്ങളുമെല്ലാം ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം യൂണിയൻ മിനിസ്റ്ററോടും എല്ലാം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും തുറമുഖ വകുപ്പിൻ്റെ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ നാഴികക്കല്ലാകുന്ന ഈ നിമിഷത്തിൽ ഇത് കേരള ജനതയുടെ വിജയമാണ് എന്ന് കുറിക്കുവാനായി നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരുപക്ഷെ വൻകിട പദ്ധതികൾ എല്ലാം തന്നെ കടലാസിൽ ഒതുങ്ങുന്ന ഒരു കാലഘട്ടം കേരള ജനത ഇന്ന് മറന്നിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അസാധ്യമായി തോന്നിപ്പിക്കുന്ന അനേകം ബൃഹത് പദ്ധതികളെ യാഥാർത്ഥ്യമാക്കുവാനായി അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും മാർഗദർശനവും ഒക്കെ നമുക്ക് ഒരു മാതൃകയാണ് എന്ന് എടുത്തു പറയേണ്ടുന്നതാണ്. ഇന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകത്തിന് നമ്മൾ പ്രവർത്തനം കുറിച്ചുകൊണ്ട് ഈ വാതായനങ്ങൾ തുറക്കുമ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും കരുത്തും കരുതലുമായി നിലകൊള്ളുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മുഖ്യമന്ത്രി ആദരണീയനായ ശ്രീ പിണറായി വിജയൻ അവർകളെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിക്കുവാനായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. സർ, through his life and work, our beloved Chief Minister Shri Pinarayi Vijayan has been the model for each and every one of us in making sure that the words and phrase "nothing is impossible" has been brought to life. സഹോദരി സഹോദരന്മാരെ, അങ്ങനെ നമ്മുടെ കേരളത്തിന് അതും നേടാനായിരിക്കുന്നു. ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമായി തീരുകയാണ്. ഇതിന് സഹായിച്ച, ഇതുമായി സഹകരിച്ച, ആവശ്യമായ പിന്തുണ നൽകിയ എല്ലാവർക്കും കേരളത്തിൻ്റെ കൃതജ്ഞത ആദ്യമായും രേഖപ്പെടുത്തട്ടെ. തുറമുഖങ്ങൾ സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും വലിയ ചാലകശക്തിയാണ്. അത് ലോകചരിത്രം തന്നെ
വ്യക്തമാക്കുന്ന കാര്യമാണ്. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വികസന അധ്യായത്തിലെ ഒരു പുതിയ ഏട് ആരംഭിക്കുകയാണ്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അധ്യായം തുറക്കപ്പെടുന്ന നിമിഷമാണ് എന്നത് നാം സന്തോഷപൂർവ്വം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനകരമായ മുഹൂർത്തമാണിത്. ഇത്തരം തുറമുഖങ്ങൾ ലോകത്ത് കൈവിരലിൽ എണ്ണാവുന്നവ മാത്രമേ ഉള്ളൂ. അപ്പോൾ ലോക ഭൂപടത്തിൽ ഇന്ത്യ ഇതിലൂടെ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ലോകത്തിലെ വൻകിട തുറമുഖങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമായിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ പറഞ്ഞതുപോലെ മദർഷിപ്പുകൾ ഇങ്ങോട്ടേക്ക് ധാരാളമായി വരാനാണ് പോകുന്നത്. ഇവിടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് ബർത്ത് ചെയ്യാൻ കഴിയുന്ന ഇടമായി വിഴിഞ്ഞം മാറുന്നു എന്നതാണ് വലിയ പ്രത്യേകത. ഇത് ഒരു ട്രയൽ റൺ ആണെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓപ്പറേഷൻ ഇതോടെ ആരംഭിക്കുകയാണ്. തൊട്ടു പിന്നാലെ ഇപ്പോൾ ട്രയൽ അടിസ്ഥാനത്തിലാണ്, എന്നാൽ തൊട്ടു പിന്നാലെ പൂർണ്ണ പ്രവർത്തന രീതിയിലേക്ക് മാറാനാണ് പോകുന്നത്. പോർട്ടുകളുടെ പോർട്ട് എന്ന് പറയാവുന്ന വിധത്തിൽ മദർ പോർട്ട് എന്ന് വിശേഷിപ്പിക്കാനാവും വിധം സുസജ്ജമായ തുറമുഖമായി ഇത് മാറുകയാണ്. ഇത് വലിയ അഭിമാനം പകരുന്ന നിമിഷമാണ്. അഭിമാനിക്കാനുള്ള വക ഇവിടെ തീരുന്നില്ല എന്നതാണ് പ്രത്യേകത. ഇപ്പോൾ ഒന്നാം ഘട്ടമാണ് പൂർത്തിയാകുന്നത്. പൂർത്തിയാകാനിരിക്കുന്നത് 2, 3, 4 ഘട്ടങ്ങളാണ്. അപ്പോഴാണ് സുസജ്ജവും സമ്പൂർണവുമായ വിശാല തുറമുഖമായി ഇത് മാറുക. ഇത് 2045 ആ തരത്തിലേക്ക് മാറണമെന്നാണ് നേരത്തെ വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ അതിനും മുൻപ് ഏതാണ്ട് 17 വർഷം മുൻപേ തന്നെ ഇത് സമ്പൂർണ്ണ നിലയിലേക്ക് മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയും എന്നാണ് കാണുന്നത്. 2028 സമ്പൂർണ്ണ തുറമുഖമായി ഇത് മാറും എന്നത് അതീവ സന്തോഷകരമായ കാര്യമാണ്. ഇവിടെ പറഞ്ഞു,
ഇതുമായി ബന്ധപ്പെട്ട ചെലവുകളുടെ കാര്യം 10,000 കോടി രൂപയുടെ നിക്ഷേപത്തിന് വഴിവെച്ചുകൊണ്ടാണ് ഈ വികസനം സാധ്യമാകുന്നത്. ഈ വിധത്തിൽ 17 കൊല്ലം മുൻപേ തന്നെ ഇതിനെ സമ്പൂർണമായി ഉപയോഗയോഗ്യമാക്കാൻ കഴിയുന്ന വിധത്തിൽ വേണ്ടത് ചെയ്യാൻ ഉള്ള കരാർ ഒപ്പിടാൻ പോവുകയാണ്. ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു നേട്ടമായി കൂടി മാറുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ നേരത്തെ ഇവിടെ പ്രസ്താവിച്ചതുപോലെ അദാനി ഗ്രൂപ്പ് പൂർണ്ണമായും സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നതാണ് വസ്തുത. അദാനി ഗ്രൂപ്പിൻ്റെ പ്രതിനിധി കരൺ അദാനി നിരവധി തവണ ഇവിടെ വന്നതാണ്. ഇന്നും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അദ്ദേഹം ഈ പദ്ധതി പൂർത്തിയാക്കുന്നതിൽ കാണിച്ച സഹകരണത്തിന് മുൻകൈയിരിക്കും ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തട്ടെ. ഇവിടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നിമിഷമാണ് ഈ നിമിഷം നമ്മെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ രാജ്യത്തിനാകെ അഭിമാനിക്കാൻ കഴിയുന്ന നിമിഷം. സത്യത്തിൽ രാജ്യത്തിന് മാത്രമല്ല, അയൽ രാജ്യങ്ങൾക്ക് കൂടി ഉതകുന്നതാണ് ഈ വലിയ തുറമുഖത്തിൻ്റെ സാന്നിധ്യം. അതുകൊണ്ട് തന്നെ സമീപ രാജ്യങ്ങൾക്ക് കൂടി അഭിമാനകരമായ ഒരു പദ്ധതിയാണിത്. വിഴിഞ്ഞം ചരിത്രപ്രസിദ്ധമാണ്. തുറമുഖം എന്ന നിലക്കുള്ള വിപുലമായ സാധ്യതകൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന ചിന്ത രാജഭരണകാലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത. സ്വാതന്ത്ര്യലബ്ധിക്കും കേരള പിറവിക്കുമൊക്കെ ശേഷമുള്ള സർക്കാരുകൾ ആ ചിന്ത വലിയ തോതിൽ പ്രതിധ്വനിപ്പിച്ചിട്ടുണ്ട്. ആ ചരിത്രം ബഹുമാന്യായ അധ്യക്ഷനിവിടെ വിശദമാക്കിയതുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. വീണ്ടും ഒരാവർത്തനത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ ഇത്തരമൊരു പോർട്ട് വരിക എന്നത് നാടാകെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. 2006 സെപ്റ്റംബർ 16-നാണ് സെപ്റ്റംബർ 18-നാണ് ഈ തുറമുഖത്തിൻ്റെ പദ്ധതിക്ക് അനുമതി നേടിയെടുക്കാൻ ശ്രമിക്കുമെന്ന് അന്നത്തെ LDF സർക്കാർ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെയാണ് 2007 മാർച്ച് 9-ന് VISLനെ നോഡൽ ഏജൻസിയാക്കിയുള്ള റീടെൻഡർ ഉത്തരവ് വരുന്നത്. 2007 ജൂലൈ 31-ന് വ്യവസ്ഥകളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ടെൻഡർ ക്ഷണിച്ചു. 2009 നവംബർ 13-ന്
പദ്ധതി പഠനത്തിനായി ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ നിയോഗിച്ചു. 2010 ടെൻഡർ നടപടികളാവുന്നു. പിന്നെ കേസും നിയമ നടപടികളും ആ കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചിലർ കണ്ടുപിടിച്ചു അതൊരു ചൈനീസ് കമ്പനിയാണ്, അതിൻ്റേതായ ആക്ഷേപം ചിലർ ഉയർത്തി. അന്ന് കേന്ദ്രം മൻമോഹൻ സിംഗ് നേതൃത്വം കൊടുക്കുന്ന സർക്കാരായിരുന്നു. ആ സർക്കാർ അതിന് അനുമതി നിഷേധിച്ചു. അതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായുള്ള കാര്യമാണ്. 2012 ഇത് യാഥാർത്ഥ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ കൺവെൻഷനുകൾ LDFിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല ദീർഘമായൊരു സമരം 212 ദിവസം നീണ്ട ജനകീയ സമരം ഇതിനുവേണ്ടി നടന്നത് ഇതിൻ്റെ നാൾ വഴിയിൽ സ്ഥാനം പിടിക്കുകയാണ്. 2013 പിന്നീട് ഗ്ലോബൽ ടെൻഡർ വരുന്നത്. അത് നടപടിയിലേക്ക് നീങ്ങുമ്പോൾ 2015 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നു. അന്ന് തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്തത് ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഓരോ ഘട്ടത്തിലും ആവശ്യമായ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് മുന്നേറുന്നതാണ് കേരളം കണ്ടത്. പിന്നീട് നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. പ്രവർത്തനങ്ങൾക്ക് സ്വാഭാവികമായുള്ള പ്രയാസങ്ങളും പ്രത്യേകമായ ചില തടസ്സങ്ങളുമെല്ലാം ചില ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. എന്നാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ നിർമ്മാണ കരാർ ഏറ്റെടുത്ത അദാനി ഗ്രൂപ്പിൻ്റെ പ്രതിബദ്ധമായ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിച്ചു. അതിൻ്റെയെല്ലാം ഫലമായാണ് ഇന്നത്തെ ദിവസം ഈ രീതിയിൽ ഒരാഘോഷ ദിനമാക്കി മാറ്റാൻ നമുക്ക് കഴിയുന്നത്. എല്ലാവർക്കും അറിയാം പലവിധ തടസ്സങ്ങളുണ്ടായിരുന്നു എന്നുള്ളത്. ഞാനതിൻ്റെയൊന്നും ആവർത്തനത്തിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ നാടിൻ്റെ കൂട്ടായ ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും നമുക്കിത് യാഥാർത്ഥ്യമായേ തീരൂ എന്ന നിശ്ചയദാർഢ്യവും അതെല്ലാമാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് ഇടയാക്കിയത്. 2017 ജൂണിൽ തന്നെ ബർത്തുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. അതിനുശേഷമുണ്ടായ പ്രകൃതി ദുരന്തം, അതിൻ്റെ തുടർച്ചയായി മഹാമാരി, അതെല്ലാം വർഷങ്ങൾ നമ്മെ പ്രതികൂലമായി ബാധിച്ചത് ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി നിശ്ചയിച്ച
സമയക്രമത്തെ പ്രതികൂലമായി ബാധിച്ചുവെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അതെല്ലാം മറികടന്നുകൊണ്ട് നാം ഒറ്റക്കെട്ടായി ശ്രമിച്ചതിൻ്റെ ഫലമായി ഈ ദിനത്തിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചു. നമ്മുടെ രാഷ്ട്രത്തിന് തന്നെ അന്താരാഷ്ട്ര പ്രാധാന്യം ഈ തുറമുഖം ഉയർന്നു വരുമ്പോൾ ഒന്നുകൂടി വർദ്ധിക്കുന്നു എന്നതാണ് നാം കാണേണ്ടത്. സ്വാഭാവികമായും ഒരു രാജ്യത്തിൻ്റെ അന്താരാഷ്ട്ര പ്രാധാന്യം വർദ്ധിക്കുന്നുവെന്ന് വരുമ്പോൾ മറ്റ് ചില ശക്തികൾ, അത് അന്താരാഷ്ട്ര ലോബികൾ തന്നെ ഇതിനെതിരെ ചിന്തിച്ചു എന്ന് വരാം. ഇത് യാഥാർത്ഥ്യമാവാതിരിക്കാൻ രംഗത്ത് വന്നു എന്ന് വരാം. അതെല്ലാം ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. വിഴിഞ്ഞം ആ രീതിയിൽ ഉയരുന്നത് പല വാണിജ്യ ലോബികൾക്കും ഇഷ്ടമായിരുന്നില്ല എന്നാണ് വസ്തുത. അപ്പോൾ അവരും അതിനെതിരെ രംഗത്തുണ്ടായി. ഈ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സ്ഥാപിത താൽപ്പര്യത്തോടെ ചില ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. പക്ഷേ അതൊന്നും നമ്മുടെ നാടിൻ്റെ കൂട്ടായ ഇച്ഛാശക്തിയെയോ നിർവഹണശേഷിയെയോ ദുർബലപ്പെടുത്താൻ ഉതകുന്നതായിരുന്നില്ല. കാരണം നമുക്കിത് യാഥാർത്ഥ്യമായി തീരുമായിരുന്നുള്ളൂ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമായി ഉയരണമെന്ന കാര്യത്തിൽ നമുക്ക് പണ്ടേ വ്യക്തമായ നിലപാടുണ്ടായിരുന്നു. ഒരു കാര്യത്തിൽ മാത്രമായിരുന്നു കടുത്ത നിഷ്കർഷ. അതിനെ അഴിമതിക്കുള്ള വഴിയായോ ചൂഷണത്തിനുള്ള ഉപാധിയായോ മാറ്റരുത് എന്നതായിരുന്നു അത്. ആ ഒരു അപകട സാധ്യതയെക്കുറിച്ച് നാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ സാധ്യത അല്ലെങ്കിൽ സാധ്യതകളുടെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തന്നെ ഈ തുറമുഖത്തെ ഈ വിധത്തിൽ സർവസജ്ജമാവിധം പുനരുജ്ജീവിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതിൽ നമുക്കെല്ലാം അഭിമാനിക്കാം. ഇവിടെ പറഞ്ഞു അന്താരാഷ്ട്ര കപ്പൽ ചാനൽ, അതിൽ നിന്ന് കേവലം 11 നോട്ടിക്കൽ മൈലിനുള്ളിൽ ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിദത്തമായ 20 മീറ്റർ സ്വാഭാവിക ആഴം, ഇതെല്ലാം ഈ തുറമുഖത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. നമ്മുടെ രാജ്യത്ത് മുഖ്യ കടൽപ്പാതയോട് ഇത്രയും അടുത്ത് നിൽക്കുന്ന മറ്റൊരു തുറമുഖമില്ല എന്നതാണ് വസ്തുത. ആദ്യഘട്ടം പൂർത്തിയാകുന്നതോടെ പ്രതിവർഷം 10 ലക്ഷം 20 ഫൂട്ട് ഇക്വലൻ്റ് യൂണിറ്റ് കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തുറമുഖമായാണ് ഇത് മാറുന്നത്. ഈ തുറമുഖം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നല്ല ഇടപെടൽ ഇതേവരെയുള്ള പ്രവർത്തനത്തിൽ
സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു മന്ത്രിയുടെ പേര് പറഞ്ഞു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ സജീവമായി ഇടപെട്ട രണ്ടാമത്തെ മന്ത്രി 2021 അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. അത് ശ്രീ അഹമ്മദ് ദേവർകോവിലാണ്. അദ്ദേഹവും ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി നല്ല ശ്രമം അർപ്പണബോധത്തോടെ നടത്തിയിരുന്നു എന്നത് ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രത്യേക ശ്രദ്ധ, കരുതൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഉണ്ടായി എന്നതാണ് വസ്തുത. 2021 പുലിമൂട്ടിൻ്റെ നീളം ഭാഗികമായി മാത്രമാണ് തയ്യാറാക്കാൻ സാധിച്ചിരുന്നത്. കേവലം 650 മീറ്റർ. ആ ഘട്ടത്തിൽ നിർമ്മാണോൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ് ഇതിലെല്ലാം പ്രതിസന്ധി സൃഷ്ടിക്കുകയായിരുന്നു. പക്ഷേ ഇതുകൊണ്ട് തുറമുഖ നിർമ്മാണം തടസ്സപ്പെട്ടുകൂടാ എന്ന് കരുതിക്കൊണ്ട് തന്നെ പ്രത്യേക പ്രവർത്തന കലണ്ടർ തയ്യാറാക്കി പ്രതിമാസ അവലോകനങ്ങൾ നടത്തി. ദൈനംദിന അവലോകനങ്ങൾക്ക് പ്രത്യേക മൊബൈൽ ആപ്പ് തന്നെ തയ്യാറാക്കി. സംസ്ഥാനത്തു നിന്ന് മാത്രമല്ല, സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നും നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യത ഉറപ്പാക്കി. പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിക്കേണ്ട ഓരോ ഘടകത്തിൻ്റെയും സമയകൃത്യത ഉറപ്പാക്കി. 2022 ജൂൺ 30 ഇലക്ട്രിക് സബ്സ്റ്റേഷനും അതേ തുടർന്ന് പ്രധാന സബ്സ്റ്റേഷനും പൂർത്തിയാക്കി. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് നമ്മുടെ അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള ഗേറ്റ് കോംപ്ലക്സ് ഉദ്ഘാടനം നടന്നത്. മെയ് മാസത്തിൽ വർക്ക്ഷോപ്പ് കെട്ടിടം പൂർത്തിയാക്കി. കഴിഞ്ഞ ഒക്ടോബറിൽ ആദ്യ കപ്പൽ ഇവിടെ എത്തിച്ചേർന്നു. തുടക്കത്തിലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്ത് അതിവേഗതയിലാണ് പുലിമൂട്ടിലെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇപ്പോൾ 2960 മീറ്റർ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ഇതിൽ 2500 മീറ്ററോളം അക്രോപോഡ് ഉപയോഗിച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ഇതോടനുബന്ധിച്ച് വിഴിഞ്ഞം മുതൽ ബാലരാമപുരം വരെ 11 കിലോമീറ്റർ പ്രകൃതി സൗഹൃദ തുരങ്ക റെയിൽവേ പാത നിർമ്മിക്കുന്നതിന് DPR സമർപ്പിച്ചിട്ടുണ്ട്. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം ലഭിക്കുകയും ചെയ്തു. ഇതുമാത്രമല്ല, ഈ പോർട്ടിനെ ദേശീയപാത 66 ബന്ധിപ്പിക്കുന്ന കണക്ടിവിറ്റി റോഡിൻ്റെ 35% പൂർത്തിയായിട്ടുണ്ട്. 6000 കോടി രൂപ ചെലവഴിച്ച് തയ്യാറാക്കുന്ന ഔട്ടർ റിംഗ് റോഡ് കൂടി വരുന്നതോടെ ഈ പദ്ധതി വലിയ നേട്ടമുണ്ടാക്കുക തന്നെ ചെയ്യും. ഔട്ടർ റിംഗ് റോഡിൻ്റെ ഭാഗമായി ഈ പദ്ധതിയുടെ അനുബന്ധമായുള്ള ഒട്ടേറെ വികസന പദ്ധതികൾക്ക് രൂപം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് എല്ലാ വിഭാഗത്തിൻ്റെയും സഹകരണം ഉറപ്പുവരുത്താനുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിലും അനുബന്ധ വികസന പ്രവർത്തനങ്ങളിലും
നല്ല ശ്രദ്ധയോടെ നീങ്ങാൻ കഴിഞ്ഞു എന്നതാണ് ഈ അനുഭവങ്ങൾ കാണിക്കുന്നത്. 800 മീറ്റർ കണ്ടെയ്നർ ബർത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇതിൽ 400 മീറ്റർ പ്രവർത്തന സജ്ജമാണ്. സ്വീഡനിൽ നിന്ന് കൊണ്ടുവന്ന 31 അത്യാധുനിക റിമോട്ട് കൺട്രോൾഡ് ക്രെയിനുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന് 8,867 കോടി രൂപയാണ് ആകെ മുതൽ മുടക്ക്. ഇവിടെ പറഞ്ഞു അത് ഞാൻ ആവർത്തിക്കുന്നില്ല. എന്നാലും മനസ്സിലാക്കാൻ ആവർത്തിക്കുന്നത് നല്ലതെന്ന് തോന്നും. ഈ 8,867 കോടിയിൽ 5,595 കോടി രൂപ സംസ്ഥാന സർക്കാരും 818 കോടി രൂപ കേന്ദ്ര സർക്കാരുമാണ് വഹിക്കുന്നത്. രാജ്യത്താദ്യമായി തുറമുഖ നിർമ്മാണത്തിനായി യൂണിയൻ സർക്കാർ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അംഗീകരിച്ചത് ഈ തുറമുഖത്തിന് വേണ്ടിയാണെന്ന പ്രത്യേകതയുമുണ്ട്. അവയുടെ പരിഹാരത്തിനായി സർക്കാർ ഫണ്ട് ഉപയോഗപ്പെടുത്തുകയും അദാനി കമ്പനിയുടെ CSR ഫണ്ട് ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ വിവിധ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു. 5000-ലധികം തൊഴിലവസരങ്ങളാണ് ഈ തുറമുഖത്തിൻ്റെ ഭാഗമായി നേരിട്ട് ലഭ്യമാകുന്നത്. ഇവിടെ ആരംഭിച്ചിട്ടുള്ള മറ്റൊന്ന്, തുറമുഖാധിഷ്ഠിത തൊഴിൽ ധാരാളം സാധ്യതയായിട്ട് വരാൻ പോവുകയാണ്. ഇപ്പോൾ തുറമുഖാധിഷ്ഠിത തൊഴിൽ പരിശീലനത്തിന് 50 കോടി രൂപ ചെലവിൽ ട്രെയിനിങ് സെൻറ്റർ ഇവിടെ ഒരുക്കുകയാണ്. അപ്പോൾ കൂടുതൽ ചെറുപ്പക്കാർക്ക് ഇത് പ്രയോജനപ്പെടാനാണ് പോകുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരാളം പദ്ധതികൾ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ 5000 കോടി രൂപയുടെ പാക്കേജ് സംസ്ഥാനത്ത് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് ലഭിക്കുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. കാരണം കേരളം രാജ്യത്തിനാകെ നൽകുന്ന സംഭാവനയും സമ്മാനവുമാണ് ഈ വിഴിഞ്ഞം തുറമുഖം. ഈ തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ രാജ്യത്തെ കണ്ടെയ്നർ ബിസിനസ്സിൻ്റെ കേന്ദ്രമായിട്ട് കേരളം മാറും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. വ്യവസായം, വാണിജ്യം, ഗതാഗതം, ടൂറിസം തുടങ്ങിയ രംഗങ്ങളിൽ വലിയ വികസനത്തിനും അങ്ങനെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ സാമ്പത്തിക വളർച്ചയ്ക്കും ഈ വിഴിഞ്ഞം തുറമുഖം കാരണമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനുബന്ധ വ്യവസായങ്ങൾക്ക് വലിയ സാധ്യതയാണ് ഈ പ്രദേശത്ത് കാണുന്നത്. അനന്തമായ സാധ്യത. അതൊരു പർവ്വതീകരിച്ച് പറയുന്നതാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ആ രീതിയിലേക്ക് ഈ സാധ്യതകൾ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. അവ പ്രയോജനപ്പെടുത്താൻ മറ്റ് വാണിജ്യ വ്യവസായ രംഗങ്ങളിലുള്ള സംരംഭകർ തയ്യാറാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്ത് കപ്പലുകൾ എത്തിച്ചേരുന്നത് സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കും. വിഴിഞ്ഞം തുറമുഖം വഴി കേരളത്തിലേക്ക് ചരക്കിറക്കുമ്പോൾ അതിൻ്റെ മൂല്യത്തിന്മേൽ ഇൻ്റഗ്രേറ്റഡ് GST കൂടി കസ്റ്റംസ് വിഭാഗം ഈടാക്കും. ഇതിൻ്റെ പകുതി സംസ്ഥാനത്തിന് ലഭിക്കും. ഇതിനു പുറമെ ചരക്കുകൾ ലോഡ് ചെയ്യുന്നതിനും അൺലോഡ് ചെയ്യുന്നതിനുമുള്ള ഫീസുമായി ബന്ധപ്പെട്ട
നികുതിയും ലഭിക്കും. തുറമുഖം കപ്പലുകൾക്ക് നൽകുന്ന മറ്റ് സേവനങ്ങളുടെ ഫീസിന്മേലും നികുതി ലഭിക്കും. കപ്പലുകൾ തുറമുഖത്ത് ഇന്ധനം നിറക്കുന്ന ചില സാഹചര്യങ്ങളിലും സംസ്ഥാനത്തിന് നികുതി ലഭിക്കും. സാധാരണ സാമ്പത്തിക അവസ്ഥകളിൽ പോലും സാധ്യമാകാത്ത കാര്യങ്ങളാണ്. വലിയ സാമ്പത്തിക വിഷമം, അതിനെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യമുണ്ടല്ലോ. ആ സാമ്പത്തിക വിഷമത്തിൻ്റെ കാലയളവിൽ നമുക്ക് നടപ്പാക്കാനായത്, ഇത് ഒരു സംശയവുമില്ല ചരിത്രം സൃഷ്ടിക്കൽ തന്നെയാണ്. എന്നാൽ നമ്മളിവിടെ വിശ്രമിക്കുകയല്ല ചെയ്യുന്നത്. നാം ചില ലക്ഷ്യം നേടിയെടുക്കാനുള്ള പ്രവർത്തനത്തിലാണ്. മധ്യവരുമാന വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് കേരളത്തെ ഉയർത്തലാണ് നാം ലക്ഷ്യമിടുന്നത്. അതിനായി വിജ്ഞാന സമ്പദ്ഘടനയായും നൂതനത്വ സമൂഹമായും എല്ലാം കേരളത്തെ പരിവർത്തിപ്പിക്കുകയാണ് നാം ലക്ഷ്യമിടുന്നത്. ഈയൊരു മാറ്റം സാധ്യമാകണമെങ്കിൽ വ്യവസായ വാണിജ്യ മേഖല നല്ല പങ്ക് വഹിക്കേണ്ടതുണ്ട്. അതിന് ഊർജം പകരുന്നതാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പൂർത്തീകരണം. അത് നേരത്തെ പറഞ്ഞതുപോലെ സമയബന്ധിതമായി പൂർണ്ണമായ തോതിൽ സാധ്യമാക്കും എന്ന ഉറപ്പാണ് കേരളത്തിന് മുന്നിൽ ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് ആദ്യ മദർഷിപ്പ് എത്തിച്ചേരുന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ഈ പരിപാടി നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. അദാനി ഗ്രൂപ്പിൻ്റെ പേരിലുള്ള ഒരു സ്നേഹോപഹാരം അർപ്പിക്കുകയാണ്. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ മാതൃകയിലുള്ള ഒരു ഉപഹാരമാണ് സമർപ്പിക്കുന്നത് എന്നതുകൂടി ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. I now invite Shri Karan Adani to present a memento in appreciation to Shri Sarbananda Sonowal, Honorable Union Minister for Ports, Shipping and Waterways, the chief guest at this ceremony, who is the presiding officer of this ceremony and our Honorable Minister for Ports. Thank you, Mr. Adani. തൻ്റെ വിശിഷ്ടമായ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ദിവസത്തെ സമ്പന്നമാക്കുകയും തൻ്റെ നിരന്തരമായ പിന്തുണ കൊണ്ട് നമ്മുടെ ഈ പദ്ധതിയെ പുഷ്ടിപ്പെടുത്തുവാൻ വേണ്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യുന്ന നമ്മുടെ ആദരണീയനായ കേന്ദ്രമന്ത്രി, ഓണറബിൾ ഷിപ്പിംഗ്, പോർട്സ് ആൻഡ് വാട്ടർവേസ് മിനിസ്റ്റർ ശ്രീ ശോർബാനന്ദ് സോനോവാൾ ji, we are delighted and honored by your gracious presence and your continued support for. Namaskar. Respected Sri Pinarayi Vijayan ji, the Honorable Chief Minister of Kerala, respected Speaker of Kerala Legislative Assembly, Sri A.N. Shamsher ji, respected Minister of Port, Government of Kerala, V.N. Vasavan ji, and other respected minister present here today, and also the Honorable Member of Parliament, MLAs, Mayor of Thiruvananthapuram, and respected Chief Secretary of Kerala, and respected Shri Karan Adani, the Managing Director of Adani Port SCZ, and other
respected officers from the state of Kerala as well as Government of India, distinguished guests, ladies and gentlemen, and my dear media friends. Namaskaram Vijingam, Namaskaram Kerala. I am so happy to be here today in the beautiful state of Kerala for the celebration of the arrival of the first mothership in Vizhinjam International Seaport. Malayalis are warm and hospitable in nature. Their commitment, honesty and integrity is unparalleled. The scenic beauty of the state of Kerala and its deep cultural and artistic heritage has always enthralled me and compelled me to visit Kerala again and again. At the very outset, I would like to congratulate the Government of Kerala for its initiative and leadership in setting up of a new benchmark in the country's maritime sector by creating a new greenfield world-class port in the country. Vizhinjam Port is truly India's first deep-water international container transshipment terminal. I would also like to congratulate Adani Port SEZ for their valuable contribution towards creating a modern port infrastructure enabling reduction of logistic costs, saving transit time and reducing our dependency of foreign transshipment port. This port project demonstrates how a successful public-private partnership between the central government, private sector and the state government can unleash the immense potential of our maritime sector. This is one of the exemplary success stories of the PPP model in creating state-of-the-art port infrastructure. This is a big step forward in the implementation of our Honorable Prime Minister Shri Narendra Modi's vision of creating world-class port infrastructure in the country. As envisioned by our Honorable Prime Minister, mega port project including all-weather deep draft port at Vadhavan and international container transshipment terminal at Galathiar Bay are also being executed by the Ministry of Port Shipping and Waterways in a mission mood. Very soon, the country will witness the addition of these two best-in-class maritime infrastructure that will position Bharat as a leading maritime nation on the global map. The Vizhinjam port, with its locational advantage being close to the international AXIM trade lanes and the deep draft capability, will be in a position to offer many operational benefits to the user that will help in positioning this port as a preferred option amongst the shipping line and AXIM traders. I am sure that the port's capability to service mega-sized container vessel with other associated services that it offers, Vizhinjam Port will offer stiff competition to the existing transshipment hub at Colombo and Singapore. I look forward to seeing a positive shift in the near future of the sum of the international transshipment cargo from Colombo and Singapore to this port at Vizhinjam. In the emerging geopolitical scenario impacting international maritime trade, this port will offer a viable alternative and an option to the major shipping lines to mitigate the disruption in the global supply chain. I am sure that this port, being a greenfield project, will use the best of the energy efficient technologies and intelligent smart port system
that would create an operational efficiency and green port benchmark for other ports to follow. The vision of our Honorable Prime Minister Shri Narendra Modi ji is to create a greener, sustainable maritime infrastructure in the country that would help in bringing down the cost of logistics and also improve ease of doing business. They will also create an opportunity for promoting Make in India as envisioned under PM Gati Shakti National Master Plan, National Logistic Policy, Maritime India Vision 2030, Maritime Amrit Kal Vision 2047, and National Green Hydrogen Mission. In line with the vision objective, Ministry of the Port, Shipping, Waterways has drawn out time-bound action plan and a roadmap. Infrastructure projects are being monitored for fast-track delivery on all fronts. Under the flagship initiative of our Ministry of Port, Shipping and Waterways, Sagarmala, there are 55 projects worth more than 24,000 crores in the state of Kerala. Out of these, 19 projects worth more than rupees 5,300 crores have been completed and the rest are under various stages of implementation. As per the Container Port Performance Index of World Bank, our ministry's major port in Kerala, Cochin Port Authority, today ranked among 9 Indian ports listed in the top 100 ports of the world. Our ministry's highly reputed shipyard in Kerala, Cochin Shipyard Limited, is bagging increasing number of international as well as domestic order in the most modern segment of shipping vessel. The new dry dock and international ship repair facility at CSL inaugurated by Honorable Prime Minister recently would exponentially boost revenue generation and employment opportunities in Kerala. We are all geared up to achieve the objective set by our Honorable Prime Minister Shri Narendra Modi ji, and India would soon be one of the top 3 economies in the world. On this occasion, when the Vizhinjam port is all set to receive the first mothership, I once again congratulate Kerala government and the Chief Minister of Kerala for this achievement. I also congratulate the Adani Group for their commitment and perseverance to attain this remarkable feat of developing such an excellent port in Kerala. I am confident that the performance of the Vizhinjam port will set new benchmark at par with the best in the world and will help position the country on the top of the global maritime map. Nani, Namaskaram, Jai Hind. With your kind permission, we have a special address by none other than the Managing Director of Adani Ports and SEZ, Shri Karan Adani. It's been a pleasure for each one of us associated with the project at the Vizhinjam International Seaport Limited to work with your team at AVPPL. We truly acknowledge the commitment and the initiative brought in to enrich this project by each personnel under your guidance. When we meet next time, Karan, I hope that you will be able to proudly declare to the world that of all the ports Adani team owns and operates across the globe, Vizhinjam would be the #1. Thank you and welcome. Honorable Chief Minister of Kerala, Shri Pinarayi Vijayan ji, Honorable Union Minister for Ports, Shipping and Waterways, Shri Sonowal ji, Honorable Ministers of the Government of Kerala, Honorable Member of Parliament, Legislative Assembly and local bodies, respected Chief Secretary and officers of the Government of Kerala, other distinguished guests, members of the media. Today is a historic day. Today is the day that marks the end of a very long wait. Today is the day when a 33-year-old dream
has finally come true for Vidinjam, for Kerala, and for India. And also, today is a day where we fulfill our promise of delivering a world-class port to the state of Kerala and our promise to Honorable Chief Minister of commissioning this port in time. The mothership, the San Fernando, now lying in our harbor, is a symbol of a new glorious achievement in Indian maritime history. It is a messenger that will tell the world that India's first automated container transshipment port and largest deep water port has begun commercial operations. In 1991, when this port project was first announced, Vidinjam was just another village with ordinary prospects. At that time, no one could have imagined that it would become a world-class port. And let me tell you, in all humility, this port is going to be one of the world's top destinations for global container shipping. The 300-meter-long San Fernando, operated by Maersk, one of the world's leaders in shipping and logistics, is the first commercial container cargo vessel to call at this port. And we can all be confident that this ship is just the first of many thousands of very large container ships that will berth in this port in the years ahead. Since October 2023, when we gathered here to welcome the first project ship of Vidinjam, 7 such cargo ships have called at this port, and each one of them was a test of our capabilities. They were the ships that brought in heavy machineries that you now see installed in the port. These are not ordinary machines. They represent the world's most advanced port system and technologies. We have installed 8 ship-to-shore cranes and 23 cantilevered rail-mounted gantry cranes. The cantilevered rail-mounted gantry cranes are fully automated, and the ship-to-shore cranes are semi-automated and remotely operated. No other port, including our own highly advanced Mundra port, has these cranes or these technologies. In fact, what we have already installed here is South Asia's most advanced container handling technology. And once we complete the automation and the vessel traffic management system, Vidinjam will be in a class of its own as one of the most technologically sophisticated transshipment port in the world. I'm delighted that every aspect that we had planned for is coming together. And we are privileged to have been given this opportunity to use our expertise to transform this part of India. In line with the Maritime Amrit Kal 2047, our Honorable Prime Minister's vision for the maritime sector. Speaking at the Global Maritime Summit 2023, Prime Minister Narendra Modi ji had highlighted India's plan to make the blue economy a key medium for creating a green planet. He underscored the government's drive to develop next-generation megaport, and Vidinjam is a perfect example of his triple focus: ports for prosperity, ports for progress, and ports for productivity. What we have managed to achieve so far would not have been possible without the incredible all-round support we have received. I extend my deep gratitude on behalf of the Adani Group and on my own behalf to you, Honorable Chief Minister, Shri Pinarayi Vijayan ji, for guiding us through the most difficult part of this project and its execution on the ground. I would also like to thank Honorable Union Minister Shri Sonowal ji for providing generous and continuous support, as well as helping us supporting in the VGF grant at the center.
We are also immensely thankful to the state and central government, to the warm and welcoming people of Virinjam and Tiruvananthapuram, to Shri Shashi Tharoor ji, Honorable Member of the Parliament for Tiruvananthapuram, to the late Shri Oman Chandi ji, to my Adani colleagues who put their heart and soul into this project, and also to the many leaders present here who put aside all their political differences to see Kerala's dream come true. Although we are expected to complete phase 1 in December this year, I am delighted to announce that we will complete the first phase much before that. We already have 600 meters of operational quay length, and we are preparing 7,500 container yard slots to accept cargo. While we are expected to handle 1 million TEUs per annum in phase 1, we are extremely confident that we will handle 1.5 million TEUs, 50% more. By 2028-29, when all 4 phases of this project are completed, Adani Virinjam Port will have invested a total of 20,000 crore rupees in this outstanding example of a large-scale PPP project. The public hearing for the port's master plan has just been successfully completed, and I am extremely humbled by the overwhelming support from the people of Virinjam that we received during the public hearing. I am delighted to announce that as soon as we receive the environment clearance and other regulatory approvals, the Adani Group will begin work immediately on the port's remaining phases, and I'm very confident that this could begin as early as October of this year. We have already created over 2,000 direct and indirect jobs during construction and operation. And now, with these wide-ranging developments, we will create more than 5,500 additional direct and indirect employment opportunities right here in Virinjam. Through the Adani Skill Development Center, we will equip thousands of young women and men with advanced specialized skills relevant to the maritime sector. And these high-level vocational skills will make them highly sought after, both in India and abroad. I thank each and every one of you who had worked extremely hard to make this international dream come true here in Virinjam. When we took on this project, our chairman, Shri Gautam Adani, promised to make Virinjam India's port of the future. And I'm extremely proud to say that we have fulfilled this promise today. Nani Namaskaram, Jai Hind. രാഷ്ട്ര തുറമുഖത്തിൻ്റെ നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനായി സർക്കാർ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ബോർഡ് രൂപവൽക്കരിച്ചിട്ടുണ്ട്. ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ ആദരണീയരായ മന്ത്രിമാരുടെ സാന്നിധ്യത്തിലുള്ള ബോർഡിനെ പ്രതിനിധീകരിച്ച് കേരളത്തിൻ്റെ ആദരണീയനായ ധനം വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവർ സദസ്സിനെ അഭിസംബോധന ചെയ്യുവാനായി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ, ബഹുമാന്യായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ, ബഹുമാന്യായ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വകുപ്പ് മന്ത്രി ശ്രീ സർബാനന്ദ സോനോവാൾ അവർ, ശ്രീ കരൺ അദാനി, ഈ വേദിയിലുള്ള ബഹുമാനപ്പെട്ട മന്ത്രിസഭാംഗങ്ങൾ, MLAമാർ, MP മാർ, ഉദ്യോഗസ്ഥ പ്രമുഖർ, ഇവിടെ ഈ ചരിത്ര സംഭവത്തിന് ദിക്സാക്ഷികളാവാൻ എത്തിയിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാന്യ സുഹൃത്തുക്കളെ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും നിൽക്കുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും പൊതുവിലിത് മനസ്സിലാക്കുന്നവർക്കുമെല്ലാം അഭിമാനകരമായൊരു മുഹൂർത്തമാണിത്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണിത്. ഭാവി കേരളത്തിൻ്റെ കഥ പറയുമ്പോഴും ഭാവിയിലേക്ക് വരുന്നതിലും ഏറ്റവും വലിയൊരു നേട്ടമാണ്. ഈ നേട്ടത്തിൻ്റെ ആരംഭഘട്ടത്തിൽ, ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ആരംഭഘട്ടങ്ങളിൽ മുതൽ പ്രവർത്തിച്ച ധാരാളം ആളുകളുണ്ട്. ഒരു യുവജന സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ ആ സമയത്ത് ആദ്യഘട്ടങ്ങളിൽ ഇതിനു വേണ്ടിയിട്ടുള്ള
പ്രക്ഷോഭങ്ങളിൽ ഇങ്ങനൊരു തുറമുഖം വേണമെന്ന് പറഞ്ഞത് മുതൽ ഇങ്ങോട്ട് വന്ന ഒരാളെന്ന നിലയിൽ വളരെ സന്തോഷമുള്ളൊരു ഘട്ടമാണ്. വിശദമായി ഈ പദ്ധതിയെ സംബന്ധിച്ച് എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആത്മവിശ്വാസം നൽകുന്ന തരത്തിലേക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും പറഞ്ഞു. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ തുറമുഖത്തിന് 3 ഘട്ടം കൂടി പൂർത്തീകരിക്കാനുണ്ട്. വലിയ ഒരു തുക, ഇപ്പോൾ ചെലവഴിച്ചതിനേക്കാളും അധികം തുക ചെലവഴിക്കേണ്ടി വരും. അതിനാവശ്യമായ സാമ്പത്തിക കാര്യത്തിന് യാതൊരു തടസ്സവും വരില്ല എന്ന കാര്യം ഇവിടെ പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ തന്നെ 2300 കോടി രൂപ എന്ന് പറഞ്ഞാൽ അതൊരു അത്രയും തുക സംസ്ഥാന സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിൽ എടുക്കാൻ നേരത്തെ പറഞ്ഞ വിഴിഞ്ഞം വിസിൽ കമ്പനി തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഘട്ടങ്ങളുടെ മിക്കവാറും എല്ലാം പൂർത്തീകരിക്കാനൊരു തടസ്സവും വരില്ല. രണ്ടാമത്തെ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം, വിഴിഞ്ഞം ഒരു തുറമുഖം ഇവിടെ വന്നതുകൊണ്ട് മാത്രം കേരളത്തിൻ്റെ ഭാവിയിൽ എല്ലാ കാര്യവും ആവില്ല എന്ന് നമുക്കെല്ലാം അറിയാം. ഇതിന് ചുറ്റുപാടും 10, 50, 100 കിലോമീറ്റർ വരുന്ന പ്രദേശത്ത് അടിസ്ഥാന സൗകര്യ വികസനം, കൂടുതൽ വ്യവസായ സ്ഥാപനങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ വേണം, നല്ല റോഡുകൾ വേണം, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ്, അങ്ങനെ എക്സ്പോർട്ട് പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾ, ഇതെല്ലാം വരുന്നതിനൊരു പദ്ധതി വിപുലമായി ഗവൺമെൻറ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നടക്കുകയാണ്. റിംഗ് റോഡ് അടക്കമുള്ള കാര്യങ്ങൾ അതിൻ്റെ ഭാഗമാണ്. ഒരു 10,000 ഏക്കറെങ്കിലും ഏറ്റവും മിനിമം സ്ഥലം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിവരും. സ്വകാര്യ പങ്കാളിത്തം വലിയ തോതിൽ ഈ കാര്യങ്ങൾക്ക് വേണ്ടിവരും. അതിനെല്ലാമുള്ള മുൻകൈയെടുത്ത് ഈ പദ്ധതിയെ അടുത്തൊരു 10 വർഷമാകുമ്പോഴേക്കും ഏറ്റവും വലിയ ചുറ്റുപാടുമുള്ള അടിസ്ഥാന സൗകര്യം, കൂടുതൽ തൊഴിലവസരങ്ങൾ, കൂടുതൽ എക്സ്പോർട്ട് പ്രൊമോഷൻ സൗകര്യങ്ങളെല്ലാമുള്ള വിപുലമായ ഒരു ബൃഹത് പദ്ധതിയാക്കുന്നതിനുള്ള പരിപാടികളുമായിട്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം. അതും വളരെ നന്നായിട്ട് നടത്തുന്നതിന് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ മന്ത്രിമാർക്കും വേണ്ടി അവരെല്ലാം പറഞ്ഞു, ഇനി ഈ കമ്മിറ്റിയിലുള്ളവർ അവർ കൂടി റെപ്രസെൻ്റ് ചെയ്ത് ഇത്രയും സന്തോഷകരമായൊരു ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിഴിഞ്ഞം തുറമുഖം എന്നത് ജനങ്ങളുടെ തുറമുഖമാണ്. കോവളത്തിൻ്റെ സ്വന്തം ജനപ്രതിനിധിയായ ശ്രീ വിൻസെൻ്റ് MLA അവർകളെ ഈ ആഹ്ലാദം പങ്കിടുന്ന അവസരത്തിൽ നമ്മോട് സംസാരിക്കുവാനായി ബഹുമാനത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. യോഗാധ്യക്ഷൻ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവർകളെ, ഏറെ സമാദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകനുമായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ അവർകളെ, ബഹുമാന്യനായ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി ശ്രീ സർബാനന്ദ് സോനോവാൾജി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് മന്ത്രിമാർ, വിഴിഞ്ഞം അദാനി പോർട്ട് ലിമിറ്റഡിൻ്റെ ചെയർമാൻ ശ്രീ കരൺ അദാനി ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും സൗത്ത് ഏഷ്യയുടെ തന്നെ ഏറ്റവും വലിയ ഓട്ടോമേറ്റഡ് തുറമുഖമായി മാറിയതിൻ്റെ ചരിത്ര മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഈ തുറമുഖം ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്തിൻ്റെ ജനപ്രതിനിധിയാകാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. അതിന് എനിക്ക് അവസരമൊരുക്കിയ ഈ കോവളം നിയോജക മണ്ഡലത്തിലെ ജനങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ബഹുമാന്യനായ ശ്രീ കരൺ അദാനി ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ ഇവിടെ അനുസ്മരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ ചരമവാർഷികം ഈ 18-ാം തീയതിയാണ്. ഈ തുറമുഖം ഒരു ക്ലീൻ സ്ലേറ്റിൽ നിന്നാണ് അദ്ദേഹം ആരംഭിച്ചിട്ടുള്ളത്, നമുക്കെല്ലാം അറിയാം. ഈ തുറമുഖത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ സ്ഥലവും ഏറ്റെടുക്കുന്നതുൾപ്പെടെ ആ 4 കാലാവസ്ഥകൾ പഠനവിധേയമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാന പഠനവും, എൻവയോൺമെന്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റും, സാമൂഹ്യാഘാത പഠനവും, പബ്ലിക് ഹിയറിങ്ങും എല്ലാം നടത്തി. അതുപോലെ തന്നെ ആ സമയത്ത് ഉയർന്നു വന്ന കേസുകൾ ഗ്രീൻ ട്രൈബ്യൂണലിലും, അതുപോലെ തന്നെ ചെന്നൈ ഗ്രീൻ ട്രൈബ്യൂണലിലും, ഡൽഹിയിലെ ഗ്രീൻ ട്രൈബ്യൂണലിലും എല്ലാം വന്ന കേസുകൾ, ആ സന്ദർഭത്തിൻ്റെ ഏറ്റവും ഗൗരവതരമായ അവസ്ഥ നമ്മൾ ഓർക്കണം. തൊട്ടപ്പുറത്ത് 40 കിലോമീറ്റർ അപ്പുറത്ത് കുളച്ചൽ തുറമുഖം, നമ്മുടെ തുറമുഖത്തിന് 8,000 കോടിയുടെ സ്റ്റേറ്റ് ഓൺഡ് തുറമുഖമായി നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു തുറമുഖം തൊട്ടപ്പുറത്ത് വരാൻ പോവുകയാണ്. അന്ന് ആ പ്രദേശത്തിൻ്റെ ജനപ്രതിനിധിയായിരുന്ന അന്നത്തെ കേന്ദ്ര മന്ത്രിസഭയിലെ ഷിപ്പിങ്ങിൻ്റെ ചുമതല കൂടി ഉണ്ടായിരുന്ന ഒരു ജനപ്രതിനിധിയായിരുന്നു അപ്പുറത്തെ പാർലമെൻറ്റ് അംഗം. അദ്ദേഹം 20,000 കോടിയുടെ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു. ആ സന്ദർഭത്തിലാണ് കേസ് വരുന്നത്.
വളരെ സൂക്ഷ്മതയോടെ ഒരു സ്റ്റേ വന്നിരുന്നാൽ ഒരിക്കലും നമ്മുടെ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമായിരുന്നില്ല. അന്ന് ആ കേസ് സൂക്ഷ്മതയോടുകൂടി നടത്തി അതിലെല്ലാം വിജയിച്ചുകൊണ്ട് ഇതിൻ്റെ തുറമുഖത്തിന് കരാറൊപ്പിട്ട് മുന്നോട്ട് പോയി. ഇത് ഗവൺമെൻറ്റുകളുടെ തുടർച്ചയാണ്. ഇത് നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇതിന് മുൻപുള്ള ഓരോ ഗവൺമെൻറ്റുകളും ഈ വിഴിഞ്ഞം തുറമുഖം വരണമെന്ന കാര്യത്തിൽ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടുണ്ട്. അത് ആത്യന്തികമായി എത്തിച്ചിട്ടുള്ളത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണെന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് പഴികൾ അദ്ദേഹം കേട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ജുഡീഷ്യൽ അന്വേഷണവും വിജിലൻസ് അന്വേഷണവും ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങളെല്ലാം അദ്ദേഹം നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായും ഇന്ന് അദ്ദേഹം കൂടി ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നതും അദ്ദേഹമായിരിക്കുമായിരുന്നു. നമ്മളോടൊപ്പം അദ്ദേഹവും ഏറ്റവും അധികം സന്തോഷിക്കുമായിരുന്നു. തീർച്ചയായും ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ തുറമുഖ നിർമ്മാണത്തിന് ഉള്ള തടസ്സങ്ങൾ നീക്കി വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി എന്ന കാര്യത്തിലും നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ വിവിധ ഗവൺമെൻറ്റുകൾ ഈ കേരളത്തിൻ്റെ വികസന കാര്യത്തിൽ പൊതുവായി ഉണ്ടായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. സഖാവ് EMS നമ്പൂതിരിപ്പാട് തന്നെ പറഞ്ഞിട്ടുള്ളത് വികസനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്നുള്ളതാണ്. ആ വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയതരമായ കാഴ്ചപ്പാടുകൾ കൂടി നമ്മൾ തീർച്ചയായും മുന്നോട്ട് പോകണം. വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ കൈകൾ കോർത്ത് മുന്നോട്ട് പോകണം എന്നത് തന്നെയാണ് നമ്മുടെ എല്ലാം അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ ഈ വേദിയിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അത് കൂടുതൽ മനോഹരമായി മാറുമായിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ നമ്മൾ കുറേ കൂടി ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനായ അധ്യക്ഷൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യം, ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് വരുന്ന ജോലികളിൽ തൊഴിലവസരങ്ങളിൽ 50% പ്രദേശവാസികൾക്ക് നൽകും എന്നുള്ള സർക്കാരിൻ്റെ തീരുമാനത്തെ 100% സ്വാഗതം ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് അത് കൃത്യമായി നടപ്പിലാക്കാനുള്ളൊരു മെക്കാനിസം ഈ നാട്ടിൽ ഉണ്ടാക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. ബഹുമാനായ രാജ്യസഭ MP അഡ്വക്കേറ്റ് A റഹീം അവർകളെ 2 വാക്ക് സംസാരിക്കുവാനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള സമാദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ഷിപ്പിംഗ് വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി, അതോടൊപ്പം വേദിയിലുള്ള മറ്റ് മന്ത്രിമാർ, പ്രിയപ്പെട്ടവരെ, കേരളം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ അഭിമാനകരമായ ഒരു നേട്ടത്തിൻ്റെ നെറുകയിൽ ഇന്ന് നിൽക്കുകയാണ്. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറയാറുണ്ടല്ലോ. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചതും അത് തന്നെയാണ്. ഇനിയും ഒട്ടേറെ കാലങ്ങൾ നമുക്ക് മുന്നേറാനുണ്ട് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇച്ഛാശക്തിയോടെ പറയുമ്പോൾ കേരളത്തിന് ഭാവി തലമുറയ്ക്ക് അത് നൽകുന്ന ഊർജവും പ്രതീക്ഷയും വളരെ വലുതാണ്. സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്നൊരു പദമുണ്ട്. അതിന് ഓക്സ്ഫോർഡ് ഡിക്ഷണറി പറയുന്നത് സ്കിൽ ഇൻ മാനേജിങ് പബ്ലിക് അഫയേഴ്സ് എന്നാണ്. സ്കിൽ ഇൻ മാനേജിങ് പബ്ലിക് അഫയേഴ്സ്. കേരളത്തിൽ മഹാപ്രളയത്തിൻ്റെ ദിവസങ്ങളിലാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അച്ചടി മാധ്യമം ദ ടെലഗ്രാഫ് അതിൻ്റെ 1-ാമത്തെ പേജിൽ തലക്കെട്ട് കൊടുത്തത് ഇങ്ങനെയായിരുന്നു, CM ദ ക്രൈസിസ് മാനേജർ എന്നായിരുന്നു. ഒരു പദ്ധതി സ്വപ്നം കാണുന്നു എന്നതിനപ്പുറത്ത് ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അസാധ്യമെന്ന് കരുതുന്നതിനെ സാധ്യമാക്കാൻ കഴിയുന്ന ഒരു മെക്കാനിസം, ഒരു മാനേജിങ് സ്കിൽ, സ്റ്റേറ്റ്സ്മാൻഷിപ്പ്. ആ സ്റ്റേറ്റ്സ്മാൻഷിപ്പിലൂടെ മാത്രമേ ലോകത്തെവിടെയും വൻകിട പദ്ധതികൾ എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് യാഥാർത്ഥ്യമാക്കപ്പെട്ടിട്ടുള്ളൂ. ഒരു ജനപ്രതിനിധി എന്ന നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയുടെ ഉൽപ്പന്നമാണ് ഇന്നത്തെ ഈ ദിവസം. ഈ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയുടെ ഉൽപ്പന്നമാണ്. നാൾവഴികളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ ദിവസങ്ങളിൽ ഈ പദ്ധതി തന്നെ നിലച്ചു പോയേക്കുമെന്ന് കരുതുന്ന ഒരു വലിയ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സന്ദർഭത്തിൽ എത്ര ഫലപ്രദമായാണ് ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തത്.
ഇവിടെ 100 കോടിയാണ് തദ്ദേശീയരായ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ചെലവഴിച്ചതെന്ന് കണക്ക് പറഞ്ഞു. ഇനിയും മുടക്കാൻ ഞങ്ങൾ സന്നദ്ധമാണെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും ഇവിടെ പ്രഖ്യാപിക്കുന്നു. ജനങ്ങളെയാകെ ചേർത്ത് നിർത്തുന്ന, തദ്ദേശീയരെ കൈകാര്യം ചെയ്യുന്ന, അവരെ പരിഗണിക്കുന്ന ഗവൺമെൻറ് ഈ നിലപാടിനെ സ്ഥലം MLA തന്നെ ഇവിടെ ശ്ലാഘിക്കുന്നു. അങ്ങനെ ജനങ്ങളെയാകെ ചേർത്ത് നിർത്തിയപ്പോഴും അവരെ കേട്ടപ്പോഴും ഒരു ഡിമാൻഡിൻ്റെ മുമ്പിൽ ഗവൺമെൻറ് മുട്ടുമടക്കിയില്ല. സ്റ്റേറ്റ്മെൻഷിപ്പ് അവിടെയാണ് ഉണ്ടായത്. എന്തായിരുന്നു ആവശ്യം? അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്ന ഈ പദ്ധതി നിർത്തിവെക്കണമെന്നതായിരുന്നു. അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്ന ഈ പദ്ധതി നിർത്തിവെക്കാൻ സന്നദ്ധമല്ലെന്ന ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി ഉണ്ടായത് എൻ്റെ ഉറച്ച വിശ്വാസം ഈ തുടർ ഗവൺമെൻറ്റിൻ്റെ, 2ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ മാത്രം ഒരു സവിശേഷതയായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി ഏതെല്ലാം നിലയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ തെളിവായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാറുന്നു. ഇതിലൂടെ നമ്മുടെ രാജ്യം തന്നെ ലോകത്തിൻ്റെ നെറുകയിൽ തല ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ നാടും ഈ ഇച്ഛാശക്തിയും ഈ നാടിൻ്റെ ഒത്തൊരുമയും കാരണമായി മാറുന്നു എന്നത് ഏറെ അഭിമാനിക്കാൻ കഴിയുന്നൊരു വസ്തുതയാണ്, ഒരു കാര്യമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പേരെയും ഏറെ സ്നേഹത്തോടെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആശംസാ പ്രസംഗം അവസാനിപ്പിക്കുന്നു, നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉപസംഹാര വേളയിലേക്ക് കടക്കുകയാണ്. ഏവർക്കും നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ള കർത്തവ്യത്തിലേക്ക് നിങ്ങളുടെ സമ്മതത്തോടു കൂടി ഞാനും കടക്കട്ടെ. ആദ്യമായി നമുക്കെല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി സൂചിപ്പിക്കുവാനുള്ളത് നമ്മുടെ പ്രിയങ്കരനായ ഉദ്ഘാടകൻ, കേരള ചരിത്രം കരുത്തുറ്റ വികസന നായകൻ എന്ന് വിലയിരുത്താൻ പോകുന്ന നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളോടാണ്. താങ്കളുടെ മഹനീയ സാന്നിധ്യത്തിനും താങ്കൾ നൽകുന്ന ശക്തിക്കും എന്നും ഹൃദയം നിറഞ്ഞ നന്ദി. ഇന്നത്തെ ഈ ചടങ്ങിനെ സവിശേഷമാക്കി തീർക്കുവാനായി കേന്ദ്രമന്ത്രി ശ്രീ സർബാനന്ദ് സോനോവാൾ ഇവിടെ നമ്മോടൊപ്പം എത്തിച്ചേർന്നു. പോർട്ടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹം നിരീക്ഷിക്കുകയും അദ്ദേഹത്തിൻ്റെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സർ, വി ആർ എക്സ്ട്രീംലി ഹാപ്പി ആൻഡ് വി ലുക്ക് ഫോർവേഡ് ടു ബി your host over and over again, sir, Honorable Union Minister. Thank you so much for being with us and your continued support. അധ്യക്ഷൻ, നമ്മുടെ സ്വന്തം തുറമുഖ വകുപ്പിൻ്റെ മന്ത്രി ശ്രീ VN വാസവൻ അവർകൾക്കും, ബഹുമാന്യനായ കേരള നിയമസഭാ സ്പീക്കർ ശ്രീ ഷംഷീദ് അവർകൾക്കും, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആദരണീയരായ എല്ലാ ക്യാബിനറ്റ് മന്ത്രിമാർ ശ്രീ ശിവൻകുട്ടി അവർകൾ, ശ്രീ K രാജൻ അവർകൾ, ശ്രീ KN ബാലഗോപാലൻ അവർകൾ, ശ്രീ സജി ചെറിയാൻ അവർകൾ, ശ്രീ GR അനിൽ അവർകൾ, ശ്രീ കേളു അവർകൾ, കോവളത്തിൻ്റെ സ്വന്തം MLA ആയ ശ്രീ വിൻസെൻ്റ് അവർകൾ, രാജ്യസഭ MP അഡ്വക്കേറ്റ് A റഹീം അവർകൾ, തിരുവനന്തപുരത്തിൻ്റെ അഭിമാനമായ യുവ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ അവർകൾ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹാദരങ്ങളും നന്ദിയും അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്ന് ഈ പദ്ധതിക്ക് എല്ലാവിധ പിന്തുണയും നൂതന ആശയങ്ങളും കൊണ്ടുവരുന്ന അദാനി ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ, അദാനി പോർട്സ് ആൻഡ് എസീസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ കരൺ അദാനി ആൻഡ് all the honorable heads of Adani Group, Shri Ashwini Gupta, Shri Pranav Chaudhary, Shri Pradeep Jayaraman and his entire team at AVPPL. Thank you and we really look forward to working with you all. ആദരണീയനായ ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണു, പോർട്ട് സെക്രട്ടറി ശ്രീ ശ്രീനിവാസ് അവർകൾ, മറ്റ് ഉദ്യോഗസ്ഥ പ്രമുഖർ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. തങ്ങളുടെ ഐശ്വര്യ സാന്നിധ്യം കൊണ്ട് നമ്മുടെ സദസ്സിനെ ധന്യമാക്കിയ മൗലവി ഇമാം അവർകൾ, നമ്മുടെ ആദരണീയനായ ജ്ഞാനതപസ്വി അവർകൾ, നമ്മുടെ നിക്കോളാസ് അച്ഛൻ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എന്ന കമ്പനി വിസിലിന് ചുക്കാൻ പിടിക്കുന്ന അനവധി വ്യക്തികൾ,
ഇതിൻ്റെ പിന്നിൽ അഹോരാത്രം പ്രയത്നിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഏവരുടെയും ഈ സംഘബലത്തിന് ഇനിയും ആക്കം കൂട്ടുവാൻ ഇത്തരത്തിലുള്ള പ്രോത്സാഹനം ഉതകട്ടെ എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം, തിരുവനന്തപുരത്തെ ആദരണീയരായ MLA-മാർ, ജനപ്രതിനിധികൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദരണീയരായ അനവധി വ്യക്തിത്വങ്ങൾ, നമ്മുടെ ബഹുമാനായ അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെയുള്ള അനവധി വ്യക്തിത്വങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പ്ലാനിംഗ് ബോർഡ് അംഗങ്ങളുണ്ട്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാത്തതിൽ ക്ഷമിക്കണം. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നമ്മുടെ പ്രിയങ്കരായ മാധ്യമപ്രവർത്തകർ എല്ലാവരും തുടർന്നും വിഴിഞ്ഞം പദ്ധതിക്ക് നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും ഈ അഭിമാനം പങ്കുവെച്ചുകൊണ്ട് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ കൗൺസിലർമാർ നമ്മോടൊപ്പമുണ്ട്. അവർ യഥാർത്ഥത്തിൽ നമുക്കിന്ന് ആതിഥേയം അരുളുകയാണ്. അതുകൊണ്ടാണ് അവരെ അവസാനം സൂചിപ്പിക്കുന്നത്. ഓമനയമ്മയും പനിയടിമയും ഒക്കെ നമ്മോടൊപ്പമുണ്ട്. അധികം നീട്ടുന്നില്ല. എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്നതിനും ഇത്രയും മനോഹരമായ ഈ ചരിത്ര പ്രസക്തമായ വേദിയിലും സദസ്സിലും ആഹ്ലാദം പങ്കിട്ടതിനും ഹൃദയപൂർവ്വം 1000 നന്ദി. നമസ്കാരം.